നവംബറിൽ മെസ്സി വരുമെന്നുള്ളത് രാവിലെ മിനിസ്റ്റർ അനൗൺസ് ചെയ്തു. കേരളത്തിലെ സ്പോർട്സ് ചരിത്രം മാറ്റി കുറിക്കപ്പെടുമെന്നുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. മെസ്സി പ്ലസ് 4 കളിക്കാരുണ്ട്, പ്ലസ് 4 കളിക്കാർ അവർ ഇൻക്ലൂഡും ചേർന്ന അതിന്റെ ടീമാണ്. അതിന് പ്രസ് കൺസേൺ ഉണ്ട്, അതും വാങ്ങിയിട്ടുണ്ട്. നാട്ടുകാരെ മോഹൻലാലിനെ കൊണ്ടുവരാമെന്നേറ്റിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അർജന്റീനൻ ടീം നവംബറിൽ കേരളത്തിൽ കളിക്കില്ല. ഇപ്പൊ ഇതിന്റെ ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് ഇപ്പോൾ തടസ്സം നിൽക്കുന്നത്. മാനായും മയിലായും മങ്ങാട്ടച്ചനായും വേഷം മാറാൻ പേലിക്ക് നിമിഷങ്ങൾ മതി. മനുഷ്യരെ പറ്റിക്കാൻ ഇതൊക്കെ മതി. നമുക്ക് അതിന്റെ ഫിഫയുടെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മെസ്സിയുടെ കേരള സന്ദർശനത്തിൽ സ്പോൺസറുടെ ഫൗൾ പ്ലേ ആണ്. ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ വീഴ്ച വരുത്തിയ സ്പോൺസർ സന്ദർശനം മുടങ്ങിയതോടെ ഫിഫയെ പഴിചാരി തടിയൂരാൻ ശ്രമിക്കുകയാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. മെസ്സിനെ കൊണ്ടുവരാനാണ് എനിക്ക് ഇപ്പോഴും നടക്കുന്നത്. ലോകപ്രസിദ്ധനാ തനി രാവണൻ, 10 തലയായവന്. മുട്ടിൽ നടന്ന വ്യാപക മരമുറിയിൽ പ്രധാന പ്രതികളായത് സഹോദരങ്ങളായ റോജി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും ജോസുകുട്ടി അഗസ്റ്റിനുമായിരുന്നു. ചൈനയിൽ നിന്ന് കുറച്ച് ഫോൺ വരുത്തിയിട്ട് ആ ഫോണിന്റെ മുകളിൽ മാംഗോ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അംബാസിഡർ ആക്കിയിട്ട് ആരെ? സച്ചിൻ ടെണ്ടുൽക്കറിനെ. പിന്നെ രണ്ടാമത് അംബാസിഡർ ആരായിരുന്നു? അമിതാഭ് ബച്ചൻ. 2 പേരും അറിഞ്ഞിട്ടില്ല. കോടികൾ ജനങ്ങളെ തട്ടിപ്പ് നടത്തി. പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം.